നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിന്ന് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാളിനെ കാണാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ടാണ് മുമ്പേ പോകുന്നതുണ്ടോ. ഞങ്ങൾ സാധനമൊക്കെ മേടിക്കാൻ പോയതാണ്. കടയിൽ പോയി വീട്ടിലേക്ക് ആവശ്യമായ കുറേ സാധനമൊക്കെ വേണമായിരുന്നു. അത് മേടിക്കാനായിട്ട് പോയതാണ്. ആളിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ കുറേ സുഹൃത്തുക്കൾക്ക് അറിയാം, പകുതി കൂടുതലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം, ചില സുഹൃത്തുക്കൾക്ക് അറിയത്തില്ല. അവരെ ഒന്ന് പരിചയപ്പെടുത്തുക. ഞാൻ ആളിനെയും സ്ഥലവും ഒക്കെ പരിചയപ്പെടുത്തുക. ഇത് സ്ഥലം വരുന്ന കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറാണ്, തെക്കൻ കോഴിക്കോട് എന്ന് പറയും കേട്ടോ. അപ്പം ഞങ്ങൾ സാധനമൊക്കെ മേടിക്കാൻ പോയിട്ട് വന്നത്, സാധനം മേടിച്ച്, മീൻ മേടിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മേടിച്ച്. പുള്ളിക്ക് അധികം സാധനമൊന്നും വേണ്ട. പുള്ളിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പഞ്ചസാര, തേയില, മുളക് പൊടി, തക്കാളി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള കുറേ ചുരുക്കം ചില സാധനങ്ങൾ മാത്രം മതി. അല്ലാതെ നമ്മുടെ കൂട്ട് സാധാരണ ഉള്ള ഇതുപോലെ ഒന്നും ഒരുപാട് സാധനമൊന്നും മേടിക്കുന്ന ആളല്ല. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുറേ സുഹൃത്തുക്കളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതാണ് ആള്, നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അതിനുപരി നമുക്ക് വളരെ പ്രിയപ്പെട്ട, എന്താ പറയുക, ഇന്നിപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുൻപന്തി നിൽക്കുന്ന ഒരാളാണ്. നമ്മളെ ചേട്ടന്മാരെക്കാളും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്. 70-75 വയസ്സുണ്ട് കേട്ടോ. ഞാൻ സിദ്ധുമോൻ്റെ അത്രയൊക്കെ ഉള്ള സമയത്ത് ഓണക്കോടി ഞാൻ സിദ്ധുവിനെ കൊണ്ട് ഓടിപ്പിച്ചതാണ്. എല്ലാ പ്രാവശ്യവും സിദ്ധുവിനെ കൊണ്ട് തന്നെ ഓടിപ്പിക്കുന്നത്. അപ്പോൾ ഷർട്ടൊക്കെ ഞാനങ്ങ് പൊട്ടിച്ച് ഇടിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിരുന്ന ആരെങ്കിലുമൊക്കെ കയറി പിറക്കിക്കൊണ്ടങ്ങ് പോകും. അതുകൊണ്ട് ഷർട്ടും മുണ്ടും എല്ലാം ഞാൻ സാധാരണ കൊണ്ടുവരുമ്പോൾ അങ്ങ് ഇടിയിപ്പിച്ച് ചുളുക്കിയിട്ടാണ് പോകത്തുള്ളൂ. ചുളുക്കിയൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പെട്ടെന്ന് കയറി എടുത്തുകൊണ്ട് പോകത്തില്ലല്ലോ. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് പിറക്കി എടുത്തുകൊണ്ട് പോകും. ഞാനിപ്പോൾ പെരുന്നാളിന് മേടിച്ചുകൊണ്ട് കൊടുത്തതേ ഉള്ളൂ, അത് എന്തേന്ന് പോലും കാണുന്നില്ല. ഞാൻ അതെല്ലാം ഊരിച്ചിട്ട് ഷർട്ടൊക്കെ ഒന്ന് ഇടിയിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് പൊട്ടിക്കാതെ വെച്ചിട്ട് പോയാൽ നമുക്കിപ്പോൾ കുറേ പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം മേടിച്ചുകൊണ്ട് വന്ന ഉടനെ ഒന്ന് ഇടിയിപ്പിച്ച് ചുളുക്കി വെച്ചിട്ടേ പോകത്തുള്ളൂ. പെട്ടെന്ന് ആരും കയറി എടുത്തുകൊണ്ട് പോകരുതല്ലോ. അതുകൊണ്ട് ഷർട്ടൊക്കെ ഒന്ന് ഇടിയിപ്പിക്കാം. എൻ്റെ കൂട്ട് തന്നെ ഷർട്ടും മുണ്ടും ഒക്കെ മാച്ചിങ് ആയിട്ടുള്ളത് തന്നെ മേടിച്ചേക്കുന്നത്. അങ്ങനൊന്നും ഇട്ടുകൊണ്ട് നടക്കത്തില്ല. കയ്യിൽ ലുങ്കി മാത്രമേ കൊടുക്കത്തുള്ളൂ. നിക്കായെ കൊണ്ട് നമ്മുടെ കുറേ സുഹൃത്തുക്കൾക്ക് അറിയാൻ മേത്ത് ആൾക്കാർക്ക് വേണ്ടി ഇക്കായെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് എന്നെ കുട്ടിക്കാലത്ത് എടുത്തുകൊണ്ട് കിടന്ന ഇക്കയാണ്. ഇക്ക ഇപ്പോൾ ഒറ്റയ്ക്കാണ്. ഉമ്മായും പാപ്പായും ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്നവരെല്ലാം മരിച്ച് ഇപ്പോൾ ഇക്ക ഒറ്റയ്ക്കാണ് താമസം. അപ്പം ഞാനിങ്ങനെ വന്നിട്ട് സാധനമൊക്കെ വേണ്ടുന്നതെല്ലാം മേടിച്ചു കൊടുക്കും. എന്നിട്ട് തുണിയെല്ലാം മേടിച്ചു കൊടുക്കും. അങ്ങനെയാണ്. ഞാൻ വേണ്ട മുണ്ടെടുത്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ടാന്ന്, മുണ്ടും കയ്യിലെല്ലാം പിടിച്ചു മേടിച്ച് അവിടെ വെച്ച്, വേണ്ട ഇപ്പോൾ ഉടുക്കണ്ടെന്ന്. ഞാനത് ഉടുപ്പിച്ച് അഴുക്കാക്കിച്ച് വെക്കത്തോളം അറിയാം. എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ ഉടുക്കണ്ടെന്നും പറഞ്ഞ് മുണ്ടും മേടിച്ച് ലുങ്കിയും മേടിച്ച് അങ്ങ് വെച്ച്, ഇപ്പോൾ വേണ്ടാന്ന്. ഷർട്ട് മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ കേട്ടോ. അത് ആർക്കെങ്കിലും ചിലപ്പോൾ പറക്കി കൊടുക്കാനായിരിക്കും. കഴിഞ്ഞ വർഷം 3-4 വർഷം മുമ്പ് മേടിച്ച് കൊടുത്ത വെള്ള ഷർട്ട് ഇപ്പോൾ പെരുന്നാളിനൊക്കെ മേടിച്ച് കൊടുത്ത എന്തേന്ന് ഞാൻ ചോദിക്കും, അന്നും അടങ്ങും കാണുന്നില്ല. അതാരെങ്കിലുമൊക്കെ വന്ന് പറക്കിക്കൊണ്ട് പോയി കാണും കേട്ടോ. അപ്പോൾ ഇക്ക ഒറ്റയ്ക്കാണ് താമസം, വേറെ ആരും ഇല്ല, എല്ലാവരും മരിച്ചു പോയി. അപ്പം ഞാൻ ഒരു 15 വയസ്സ് വരെ ഈ ഇക്കയുടെ വീടിൻ്റെ തൊട്ട് പടിഞ്ഞാറപ്പുറത്തുണ്ടായിരുന്ന വീട്ടിലാണ് താമസിച്ചിരുന്നത്. 15 വയസ്സിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് ഓച്ചറയിലോട്ട് പോകുന്നത്. ഇത് കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറാണ് സ്ഥലം. നമ്മുടെ കുറേ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം, തെക്കൻ കോഴിക്കോട്. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഇവിടാണ്. ഒരു 15 വയസ്സ് വരെ ജനിച്ചു വളർന്ന് 15 വയസ്സായപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ എടുത്ത് തോളെ വെച്ച്, സിദ്ധുമോനേക്കാളും ചെറുതാണ് ഞാൻ, എടുത്ത് തോളെ വെച്ച് എന്നെ ലോകം മൊത്തം കൊണ്ട് നടക്കുന്ന ആളാണ്. ഇക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇക്ക ചെവി കേൾക്കത്തില്ല, സംസാരിക്കത്തുമില്ല കേട്ടോ. ചെവി കേൾക്കില്ല, സംസാരിക്കുകയും ചെയ്യത്തില്ല. ഇപ്പോഴല്ല, പണ്ട് പോലെ അങ്ങനെ തന്നെ. പക്ഷേ എല്ലാ ജോലിയും ചെയ്യുമായിരുന്നു, നല്ല ആരോഗ്യവാനായിരുന്നു, കാണാൻ സുന്ദരനായിരുന്നു, അങ്ങനെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. ഇപ്പോഴും ആൾ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. ഒരു 75 വയസ്സ് അടുത്ത് പ്രായമുണ്ട്. എനിക്ക് തന്നെ ഇപ്പോൾ ഇത്രയും പ്രായമായില്ലേ. അന്ന് എന്നെ എടുത്തുകൊണ്ട് നടന്ന ആളല്ലേ. അപ്പോൾ ഷർട്ടൊക്കെ ഇടിയിപ്പിച്ച് അവിടെ ഇരുത്തി ഓണക്കോടി പെരുന്നാളിനും കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഇടിയിപ്പിച്ചതാണ്. ഇടിയിപ്പിച്ച് ഇനിയിപ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്.
എന്നെ കണ്ട് കുറച്ച് ഇതായി കഴിയുമ്പോൾ കണ്ണൊക്കെ ഒന്ന് നിറയും കേട്ടോ. നമ്മളെ അങ്ങനെ കാണുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് വരും, കാണും, വേണ്ട സാധനം മേടിച്ചു കൊടുക്കും. പിന്നെ കടയിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് സാധനമൊക്കെ കൊടുത്തിട്ട് എന്നെ വിളിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇപ്പം കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു കേട്ടോ. എന്നെ കണ്ട പോലെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു. ഒരു വിഷമം. ഇപ്പം മീനും എല്ലാം മേടിച്ചു കൊടുത്ത്, എല്ലാം കറി വെച്ച് നല്ല രീതിയിൽ കഴിക്കണം, ഫുഡെല്ലാം കഴിക്കണം, ആരോഗ്യം നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. സിദ്ധുമോനെ കണ്ടോ, അവൻ വന്നും ഇടയ്ക്കൊക്കെ കാണാനെന്ന് പറഞ്ഞു. അവൻ ഇച്ചിരി കൂടെ ആകുമ്പോൾ അവൻ തന്നെ വന്നോളും. സിദ്ധുമോന് ഭയങ്കര ഇഷ്ടമാണ് കാക്കായ. അപ്പം ഞങ്ങൾ കായ കാണാൻ വേണ്ടി 2 ദിവസമായിട്ട് വരാനായിട്ടിരുന്നത്. സിദ്ധുമോന് സ്കൂളിൽ പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ് വരാഞ്ഞത്. വന്ന് സാധനമൊക്കെ മേടിച്ച് കൊടുത്ത് കായ കണ്ട് ഓണത്തിൻ്റെ പങ്കെല്ലാം കൊടുത്തിട്ട് പോകത്തുള്ളൂ. പെരുന്നാളിന് വന്നിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കൊന്ന് വന്നായിരുന്നു. അത് അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല, പെട്ടെന്ന് പോകേണ്ട ഒരു ഇതായതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ പറഞ്ഞ പോക്കറ്റിലൊന്നും ഇല്ല, ഇത് വെച്ചോളാൻ പറഞ്ഞ് പോക്കറ്റ് വെച്ചത്. പ്രത്യേകിച്ച് വേറെ ചിലവൊന്നുമില്ല. വേണ്ടുന്ന സാധനം എല്ലാം അവിടെ നിന്ന് കൊടുക്കും. കൊടുത്തിട്ട് പിന്നെ പൈസ നമ്മളിട്ട് കൊടുക്കും. ഇതിപ്പോൾ മീനോ എന്തെങ്കിലും മേടിക്കാം. ഭയങ്കര സന്തോഷം നമ്മളെ കാണുമ്പോൾ കേട്ടോ. ഞാൻ പറഞ്ഞ ഷേവൊക്കെ ചെയ്ത് സുന്ദരനാകാൻ പറഞ്ഞു, മുടിയൊക്കെ വെട്ടി ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. മുടിയൊക്കെ വെട്ടി ഷേവൊക്കെ ചെയ്ത് നല്ല സുന്ദരനായിട്ട് കിടക്കാൻ പറഞ്ഞ് എല്ലാം കേട്ടിട്ടുണ്ട് പറയുന്നതൊക്കെ. നമ്മളടുക്ക ചെല്ലുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് സമയക്കുറവുണ്ടാ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ വഴി ഏതിപ്പോൾ പോയാലും ഞാനിവിടെ കയറി കണ്ടിട്ട് പോകത്തുള്ളൂ. കാരണം ഈ സ്ഥലം അത്ര പ്രിയപ്പെട്ടയാണ് എനിക്ക് എന്താ പറയുക, ഇവിടെ ഒരുപാട് കയ്പ് നിറഞ്ഞ ഓർമ്മകളാണ് എനിക്കിവിടെ ഉള്ളത്. എന്നാലും ഈ സ്ഥലത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലം കുറച്ച് ദാരിദ്ര്യവും കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളെ ചേർത്ത് പിടിച്ച ആളാണ്. നമ്മളെ എടുത്ത് കൊണ്ടു കടന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തന്ന് കൊണ്ടു കടന്ന മനുഷ്യനായതുകൊണ്ട് നമ്മളത് മറന്നിട്ടില്ല ഇപ്പോഴും. ആ ഒരു അതേപോലെ അഹങ്കാരമൊക്കെ തോന്നുമ്പോൾ ഞാനിവിടെ വരും. ഫാനൊക്കെ മേടിച്ച് കൊടുത്തായിരുന്നു ഇന്നാൾ വന്നപ്പം. ഭയങ്കര ചൂടായതുകൊണ്ട് ഫാനും മേടിച്ച് കട്ടിലിന് പ്ലൈവുഡും ഒക്കെ മേടിച്ച് എല്ലാം ചെയ്ത് കൊടുത്തു. എന്നാലും താഴെ കിടക്കത്തുള്ളൂ കേട്ടോ. എല്ലാം കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്, നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയാണ്. സിദ്ധുമോന് ഭയങ്കര ഇഷ്ടമാണ്. സിദ്ധുമോനാണ് ഈ സമയമാകുമ്പോൾ പോണ്ടേ എന്ന് ചോദിച്ച് നിർബന്ധിക്കുന്നത്. ഇപ്പം ഇയാളുടെ സ്കൂളിലെ പരിപാടിയൊക്കെ കഴിയട്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇന്നലെ പോകണമെന്ന് വിചാരിച്ചിരുന്നത്, പിന്നെ സ്കൂൾ പരിപാടിക്ക് പോയതുകൊണ്ടാണ്. അപ്പം എന്നാണ്ട് ഇവിടാണ് ഞാൻ താമസിച്ചിരുന്നത്. നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ പറയാം. ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു കുളമായിരുന്നു. ഞാനൊക്കെ നീന്തി കുളിച്ച് കിടന്ന കുളമായിരുന്നു. ഞാൻ ഓടിച്ചാടി കിടന്ന സ്ഥലമാണ്. മുട്ടുകാലയിൽ ഇഴഞ്ഞ് കിടന്ന സ്ഥലമാണ്. ഇത് അന്ന് വലിയ പുരയിടമായിരുന്നു. ഇപ്പം റോഡൊക്കെ പൊങ്ങിയിട്ട് ഇത് താഴ്ചയിലോട്ട് പോയെന്നുള്ളതാണ്. വലിയ പുരയിടമായിരുന്നു. ഞാനിപ്പോൾ അതിശയത്തോടെ നോക്കുന്നു. ഇവിടെ തറപ്പുരയിടം പോലെ കിടക്കുന്നു ഇപ്പോൾ ഇത്. അന്ന് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നീന്തി കുളിച്ച് കിടക്കുന്ന കുളമായിരുന്നു. ഇവിടെ കുറേ തെങ്ങും അതും ഇതുമൊക്കെ നിന്ന വലിയ പൊങ്ങിയ പുരയിടമായിരുന്നു. നമ്മൾ ആ മതിൽക്കെട്ടിനകത്തായിരുന്നു വീട്. ഇതും നമ്മുടെ സ്ഥലമായിരുന്നു കുറച്ച്. എന്നിട്ട് ഇവിടെ ഒന്നും അന്ന് വീടെന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. ഞങ്ങളൊരു 3-4 വീട്ടുകാരെ ഉള്ളായിരുന്നുള്ളൂ. ബാക്കി എല്ലാം വലിയ പറമ്പാട്ട് കിടന്നതാണ്. കണ്ടോ, ഞാൻ ഓടിക്കളിച്ച് കിടന്ന സ്ഥലമായതുകൊണ്ട് സിദ്ധുമോൻ ഓടിക്കളിക്കാൻ പോകുക കേട്ടോ. അങ്ങനെയുണ്ട്. ആ സ്ഥലത്തൊന്നും നമ്മൾ എന്തായാലും ഓടി നടന്ന സ്ഥലത്തൊന്നും വീടൊന്നും വന്നിട്ടില്ല കേട്ടോ. ആ സ്ഥലമൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അവനും ഇഴഞ്ഞ് കളിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. ഞാൻ പറഞ്ഞ അഴുക്കാകും മുട്ടയില, അതുകൊണ്ട് ഇഴയണ്ടെന്ന് പറഞ്ഞു. ചാച്ചൻ ചാടുന്ന സ്ഥലമല്ലേ, അവനും ഓടിക്കളിക്കാൻ നോക്ക് കണ്ടോ. അങ്ങനെയുണ്ട് സിദ്ധുമോൻ്റെ പരിപാടി. ചാച്ചൻ്റെ വീട്ടിൽ തന്നെ അവനും ഓടി നടന്ന് കളിക്കുന്നു. ആ സ്ഥലം എന്തായാലും ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. നമ്മൾ താമസിച്ചിരുന്ന ആ സ്ഥലമാണ്. 15 വയസ്സ് വരെ നമ്മളിവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഓച്ചറയിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഓർമ്മകളും അന്നത്തെ കുട്ടിക്കാലത്ത് അനുഭവിച്ച സങ്കടവും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിൽ ഓർത്ത് വെച്ചുകൊണ്ടാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത്. അഹങ്കാരവും ജാടയൊന്നും ഇല്ലാതെ ഞാനിപ്പോഴും നടക്കുന്നത് അതുകൊണ്ടാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ
ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നു വന്ന ഒരുപാട് ആൾക്കാർ കാണും. കാരണം അന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ഒരു വീട്ടിൽ 5-6 മക്കളുണ്ടാവും. ഇന്നിപ്പോൾ നമ്മൾ 1-2 മക്കളെ വളർത്താൻ തന്നെ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കണം. അന്ന് ഞങ്ങളുടെ വീട്ടിൽ 5 മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഈ 5 പേരെയൊക്കെ വളർത്തിയെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. അന്ന് പിന്നെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആയിരുന്നു. നമ്മുടെ നാട്ടിന് ഇത്രയും ഡെവലപ്പൊന്നും ഇല്ലായിരുന്നു. എല്ലാ രീതിയിലും അന്ന് ദാരിദ്ര്യമുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇക്കയാണ് നമ്മളെ വിളിച്ചു കൊണ്ടുപോയി. ഈ അയ്യത്തെ പണി എല്ലാം പറമ്പിലെ പണിക്കെല്ലാം പോവും. എന്നിട്ട് അക്കരെ പോവും ഈ മീനിൻ്റെ പരിപാടിക്ക്. അതിനൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു സൈക്കിളുണ്ട്, സൈക്കിളെ എന്നെ കയറ്റി കൊണ്ട് കിടക്കും അവിടെ എല്ലാം. എന്നിട്ട് കടയിൽ നിന്നൊക്കെ വരെ ഒന്ന് മേടിച്ച് തരും. ഇപ്പോൾ 75 വയസ്സായപ്പോഴും പുള്ളിയെ നോക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുള്ളത് അതുകൊണ്ടാണ്. അന്ന് നമ്മളോട് ചെയ്ത സ്നേഹവും ആ ഒരു കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ മോനോടും അതെല്ലാം പറയാറുണ്ട്. അവനും ഇതെല്ലാം കണ്ടു പഠിച്ച് വളർന്നു വരണം. മറ്റുള്ളവരെ കുറേയൊക്കെ സ്നേഹിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവരോടൊക്കെ ഉള്ള കാരുണ്യം, ദയ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്കില്ലാത്ത ചില കാര്യങ്ങളാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ നമ്മുടെ മക്കളെ ഇതെല്ലാം പറഞ്ഞു പഠിപ്പിക്കണം. അല്ലാതെ എല്ലാം നമുക്ക് തന്നെ വേണമെന്ന് വിചാരിച്ചിട്ട് സ്വന്തമായിട്ട് സമ്പാദിച്ച് കൂട്ടുക, മറ്റുള്ളവരെ കണ്ടാൽ മൈൻഡ് പോലും ചെയ്യത്തില്ല. കൂടെ പഠിച്ചവരെ അല്ല കൂടെ ഉണ്ടായിരുന്ന അയലത്തുകാരെ അങ്ങ് ആരെയും മൈൻഡ് ചെയ്യത്തില്ല. നമ്മളിപ്പോൾ സൈക്കിളിൽ നിന്ന് മാറി ബൈക്കിലോട്ടായി, ബൈക്കിൽ നിന്ന് മാറി കാറിലോട്ടായാലും എവിടോട്ടായാലും നമ്മളാണ്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഞാൻ സിദ്ധുവിനോട് പറയാറുണ്ട്, മൂട് കീറിയ നിക്കറുമൊക്കെ ഇട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ നടന്നത്. ആ കാലത്ത് ജീവിച്ച നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. ചന്തിക്ക് 2 ഓളായിരുന്നു. 2 ഓളമുള്ള നിക്കറാണ് എല്ലാ പിള്ളേരും ഇട്ടുകൊണ്ട് നടക്കുന്നത്. കാരണം അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ച കാലമായിരുന്നു അന്ന്. ഇന്നത്തെ നമ്മുടെ മക്കൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അവരെ അതെല്ലാം പറഞ്ഞു അറിയിച്ചും പഠിപ്പിക്കണം. ഒരു ക്വാളിറ്റിയൊക്കെ ആയി വരണമെങ്കിൽ അവരെ ഈ ബുദ്ധിമുട്ടും ഇതുമൊക്കെ പറഞ്ഞ് തന്നെ പഠിപ്പിക്കണം. ഇതേപോലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കണം. ഞാനിതെല്ലാം വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പല സുഹൃത്തുക്കൾക്കും പ്രചോദനമാകുന്നുണ്ട് ഓരോന്ന് ചെയ്യാൻ. എന്നെ തന്നെ വിളിച്ചിട്ട് ആശ്രമത്തിലൊക്കെ പോകുന്ന കാര്യത്തിന് എൻ്റെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് ആശ്രമത്തിൽ വെച്ച് അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ. അത് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ്. അവർക്ക് പ്രചോദനമാകുന്നുണ്ട് എൻ്റെ വീഡിയോ. അതുകൊണ്ടാണ്. അല്ലാതെ ഞാനിതെല്ലാം ചെയ്തിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിക്കുന്നതല്ല. ഇത് കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചേർത്ത് പിടിക്കണമെന്നോ സഹായിക്കണമെന്നൊക്കെ ഒരു തോന്നൽ വരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല. പ്രത്യേകിച്ച് ഇക്കായ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നതൊന്നും വീഡിയോയിൽ കാണിക്കാൻ താല്പര്യമുള്ള ആളല്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ കുറേ പേർക്കൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കണമെന്നോ അല്ലെങ്കിൽ ആശ്രമത്തിൽ പോയി ഒരേ പരിപാടിയൊക്കെ നടത്തുന്നതൊക്കെ ഞാൻ ചെയ്ത് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് അവർ അതേപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് ഇക്ക. എന്ത് പറഞ്ഞാലോ അല്ല എന്ത് ചെയ്താലോ എന്ത് കൊടുത്താലോ മതി വരാത്ത ഒരിതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് ഞാൻ ഇക്കയെ കാണാൻ അത്ര ഇതായിട്ട് വരുന്നത്. എപ്പോഴും ഈ വഴി പോകുമ്പോൾ എല്ലാം ഞാൻ ഇവിടെ കയറിയിട്ടേ പോകത്തുള്ളൂ. ചില സമയത്ത് വീഡിയോ എടുക്കും, ചില സമയത്ത് ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കത്തില്ല, അങ്ങ് പോകും. അപ്പോൾ ഇക്ക യാത്ര പറയുകയാണ്. ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളു തേങ്ങുന്നുണ്ട്, അതെനിക്കറിയാം. ഞാൻ പറഞ്ഞു വല്ലതൊക്കെ മേടിച്ച് കഴിച്ചോണം, സാധനം വേണമെങ്കിൽ ആ കടയിൽ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് സാധനം കൊടുത്തിട്ട് അത് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഗൂഗിൾ പേ പൈസ ഇട്ട് കൊടുക്കും. എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. വീഡിയോ ആണ് കൂടുതൽ വലിക്കുന്നത്, അതുകൊണ്ടാണ് ശരീരത്തൊന്നും പിടിക്കാത്തത്. ഇഷ്ടം പോലെ വീഡിയോ വലിച്ചങ്ങ് കയറ്റും. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും പിള്ളേരുടെ വിശേഷങ്ങളുമായിട്ട് വരാം.